ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മിനിയേച്ചർ മോഡൽസ് കളക്ട് ചെയ്യുന്നത്. അത് ഏത് വണ്ടി ആയിക്കോട്ടെ, ബൈക്കോ കാർ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാർസ് ഉണ്ട്. അതായത് ഡിഫൻഡർ, പോർഷെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാർ എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റിലാണ്. അത് നമ്മുടെ ഹെർബി ദ ഫുള്ളി ലോഡ് എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത്യാവശ്യം കുറച്ച് നല്ല കളക്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ മിനിയേച്ചർ മോഡൽസ്. പക്ഷെ ഒത്തിരി ഇല്ല, പക്ഷേ കുറച്ചുണ്ട്. പക്ഷേ നേരത്തെ എൻ്റെ കുറേ ഉണ്ടായിരുന്നു. അത് കുറേ പേർക്ക് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറച്ച് കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ വരുമ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഏകദേശം എല്ലാ കാർസും ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 2-3 ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്നത് കുറച്ച് പേർക്ക് കൊടുത്തു. അതിനുശേഷം ഞാൻ തപ്പിയിട്ടൊക്കെ ഭയങ്കര റേറ്റാണ്. കാരണം പണ്ട് ഇറങ്ങിയ സാധനം ആയതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ ഓൾഡ് കാർ ആയതുകൊണ്ടും അത് എനിക്ക് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല റേറ്റാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ്, അതായത് മസ്റ്റാങ് വാങ്ങി. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റാങ് ഷെൽബിയാണ്. പക്ഷേ ഞാൻ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയത് ഭയങ്കര റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഒരു ഡൈകാസ്റ്റിൻ്റെ ഒക്കെ ട്രെൻഡ് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര റേറ്റ് കൂടുതലാണ് ഈ ഒരു കാർസിനൊക്കെ. ഞാൻ അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, UAE-യിലാണ്. അപ്പോൾ അവർ വഴി ഞാനൊരു കാറ് വാങ്ങിച്ചായിരുന്നു. ഞാൻ വാങ്ങിച്ച ഫോർഡ് മസ്റ്റാങ് GT ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എടുക്കാം. ഇവിടെ ഇപ്പോൾ ഉണ്ട് നമ്മുടെ കാറ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ഫോർഡ് മസ്റ്റാങ് GT. ഇത് മജോറിറ്റിൻ്റെ പ്രീമിയം കാർ സെഗ്മെൻറ്റിൽ വരുന്ന മോഡലാണ്. ഈ കാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കളർ ചേഞ്ചിങ് കാറാണ്. അതായത് നോർമൽ ഈ റൂം ടെമ്പറേച്ചറിൽ ഈ ഒരു കാറിൻ്റെ കളർ ഇങ്ങനെ ആയിരിക്കും, ഇപ്പോൾ കാണുന്ന പോലെ. പ്ലസ് ഇതൊരു നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നല്ല തണുപ്പത്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു കളർ ആവുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ ഒരു കളർ ആയിരിക്കത്തില്ല, കുറച്ച് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാർ നമുക്ക് അൺബോക്സ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ കാറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല, റിവേഴ്സിലായിരിക്കും കാണുന്നത്. 3.9 സെക്കൻഡിലാണ് നമ്മുടെ ഈ ഒരു മസ്റ്റാങ് GT പോകുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഈ ഒരു കാറിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇനി നമ്മുടെ കാറിലോട്ട് വരാം. അപ്പോൾ ഇത് ജസ്റ്റ് കളർ ചേഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ താഴെ കൊടുത്തിരുന്ന കാർഡാണ്. സോ ഇതാണ് നമ്മുടെ കാറ് വരുന്നത്. നല്ലൊരു ഫിനിഷിങ്ങോടാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനകത്തൊന്ന് പുറത്തെടുക്കാം. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് കാറിന് കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സാധാരണ ഡൈകാസ്റ്റ് പോലെ പെയിൻ്റ് അല്ല, ഒരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൻ്റെ ഡീറ്റെയിലിംഗ് നല്ല രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ മൂവിങ് പാർട്സ് വരുന്നതാണ്. നമുക്കിതിൻ്റെ ഡോറൊക്കെ തുറന്ന് സെറ്റാക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽസൊക്കെ നല്ല രീതിക്കാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാറിൽ എനിക്ക് ആകെ കുറച്ച് മാറ്റം വരുത്തിയാൽ കൊള്ളാമെന്ന് തോന്നി ഇതിൻ്റെ ടയേഴ്സായിരുന്നു. ഈ ഒരു കാറിന് പറ്റിയ ഒരു ടയേഴ്സ് അല്ല കൊടുത്തേക്കുന്നത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു കാറിൻ്റെ ടയർ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. കൂടാതെ ഈ ഒരു കാർ വിത്ത് സസ്പെൻഷനാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ മോഡലിനത് എനിക്ക് തോന്നുന്നത് മജോറിറ്റിൻ്റെ എല്ലാ കാറിലും സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. മജോറിറ്റിൻ്റെ ഏകദേശം എല്ലാ കാറിലും സസ്പെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെൻ്റെ പോർഷയാണ്. പോർഷെ 911 GT3 RS ആണിത്. സെയിം GT3 RS വിത്ത് വേറൊരു സ്പെക്ക് ഇന്ത്യൻ സസ്പെൻഷനുണ്ട്. മൂവിങ് പാർട്സ് ആണ്. സോ നമ്മുടെ മസ്റ്റാങ്ങിലോട്ട് വരാം. സോ ഇതിൻ്റെ ബേസിൽ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കളർ ചേഞ്ചിങ് കാർ എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കാർ. അതിൻ്റെ ഡീറ്റെയിലിങ് പുറകിൽ ആ ഒരു GT എന്ന് എഴുതിയിരിക്കുന്നത്, പ്ലസ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലോഗോ എത്ര പേർക്കാണ് ഗൈസ്. ലോഗോ കാണാൻ പറ്റുമോ? എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ താഴത്തെ ഈ ഒരു ഡീറ്റെയിലിങ് ഇൻറ്റേർണൽ വർക്ക് ചെയ്തൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഡോറിൻ്റെ അകത്ത് പെയിൻറ്റ് വർക്ക് ഫുള്ള് വന്നിട്ടില്ല, അത് കുഴപ്പമില്ല. പക്ഷേ ഔട്ട് സൈഡ് നല്ല ഒരു പെയിൻറ്റ് ജോബാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കാറിനെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ കളർ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡുള്ള ഗ്രീൻ ആയിരുന്നു. ഇവിടെ നേരത്തെ കളർ എന്ന് പറയുമ്പോൾ ഞാൻ കൈ വെക്കുമ്പോൾ ചൂട് കാരണം അതിൻ്റെ കളർ മാറും. ഇതായിരുന്നു നമ്മുടെ നേരത്തെ കളർ. ഇത് കളർ നല്ല രസമാണ്. കളർ ചേഞ്ച് ചെയ്യുന്നതാണ് നല്ല രസമുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല തണുപ്പായിട്ടാണ് എനിക്ക് തൊടുമ്പോൾ അറിയാം. അപ്പോൾ ഞാനിവിടെ പിടിച്ച് വെച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഹീറ്റ് വന്നിട്ട് അവിടുത്തെ കളർ ഇപ്പം മാറും. നല്ല രീതിക്കാണ് കളർ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഇവിടെയും കൂടെ പിടിച്ച് കാണിക്കാം. അപ്പോൾ ഡോറ് മാത്രം ഒരു കളർ ഡിഫറൻസിൽ നിൽക്കും. കണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത
വർക്കാണ് ഇവർ ഈ ഒരു കാറിൽ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിലിംഗ് വൈസ് ആണെങ്കിലും ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ് ആണല്ലോ, എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് ആണ്. എനിക്ക് ആകെ ഇതിനകത്തൊരു പോരായ്മ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു 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 വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ടയർ മാത്രമാണ്. അതായത് എനിക്ക് മെജോറിറ്റിൻ്റെ മിക്ക കാർസിലും എനിക്ക് ഒരു മെജോറിറ്റിൻ്റെ മിക്കൊരു കാർസിലും എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് ഇതിൻ്റെ ടയർ മാത്രമാണ്. കാരണം ഇതിൻ്റെ ടയറിൽ നിങ്ങൾക്ക് കാണുമോയെന്നറിയില്ല, നമ്മുടെ ഒരു കമ്പി തെള്ളി നിൽപ്പുണ്ട് മേളിലോട്ട്. ആ ഒരു ടയർ ഇട്ടേക്കുന്ന കമ്പി മേളിലോട്ട് തെള്ളി നിൽപ്പുണ്ട്. നമ്മുടെ ഹോട്ട് വീൽസിലൊക്കെ ആണെങ്കിൽ ആ ഒരു ടയർ വർക്കൊക്കെ ടയർ കൊടുത്തേക്കുന്ന ഭാഗമൊക്കെ നല്ല സെറ്റായിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. സോ എനിക്കിതാണ് ഈ ഒരു ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് തോന്നിയിരിക്കുന്നത്. എനിക്ക് ടയർ അല്ലെങ്കിൽ നമുക്ക് മാറ്റാനുള്ള പരിപാടി നമുക്ക് വേറെ ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്കങ്ങനെ കുത്തി തുറന്ന് അത് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. നല്ലൊരു അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു കാറിന് കൊടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാറ്. പ്ലസ് നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഒരു രക്ഷയില്ലാത്തൊരു ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇതിൻ്റെ ആഘോഷമൊക്കെ കാണാൻ പറ്റും. നമ്മുടെ സസ്പെൻഷനൊക്കെ കൊടുത്തേക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഹോട്ട് വീൽസിൻ്റെ ഒക്കെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന നല്ല രീതിക്ക് വരുന്ന പ്രീമിയം എല്ലാം ഒരു 549 MRP വരുന്ന കാർസ്, അല്ലെങ്കിൽ നമുക്ക് എബ്രോഡ് നമ്മൾ എടുക്കുന്ന കാർസിനകത്തൊക്കെ അതിന് നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ടയർ എന്ന് കാണിച്ചു തരാം ഗൈസ്. നിസാൻ GTRൻ്റെ റേസ് എഡിഷനാണ്. ഇതിൻ്റെ ടയർ നോക്കിയാൽ നമുക്കറിയാം നല്ലൊരു റബ്ബർ ടയർ. ഇപ്പോൾ റബ്ബർ ടയർ തന്നെ കൊടുക്കണമെന്നില്ല, ബട്ട് ആ ഒരു ടയറിന് കൊടുത്തിരിക്കുന്ന ഫിനിഷിങ്, ആ ഒരു ഫിനിഷിങ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രീമിയം ലുക്കുണ്ട് ആ ഒരു ടയറിന്. മീൻസ് ബേസും മെറ്റലാണ്, അത് പിന്നെ ഓരോ കമ്പനി അനുസരിച്ച് മാറും. ബട്ട് ആ ഒരു ടയറിന് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് ഉണ്ട് ഗൈസ്. ഒരു റബ്ബർ ടയറാണ്. അതേപോലെ തന്നെ ഇത് ഔഡിയുടെ S4 ക്വാട്രോ ആണ്. അപ്പോൾ ഇതിനും നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന കാറാണ്, മെറ്റൽ ബേസ് ആണ്. ബട്ട് ആ ഒരു ബേസ് എല്ലാം മാറ്റി, അതായത് കമ്പനി വൈസ് ഡിഫറൻസ് വരും. പക്ഷേ ആ ഒരു ടയർ ഉണ്ട് ഗൈസ്, സോഫ്റ്റ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ടയറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രീമിയം സെഗ്മെൻറ്റ്. ഇത് പ്രീമിയം സെഗ്മെൻറ്റ് മാത്രം എടുത്ത് കാണിക്കാൻ കാരണം ഈ ഒരു കാറ് പ്രീമിയം സെഗ്മെൻറ്റിലാണെന്ന് പറഞ്ഞിട്ടാണ്, പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന കാറാണ്. അപ്പോൾ ഇതിൻ്റെ ടയർ നോക്കുക ഗൈസ്, ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടോ? ജസ്റ്റ് നീ ഇതിൻ്റെ ടയർ എടുത്ത് നോക്കുമ്പോൾ അത്രയും സ്മൂത്തല്ല, ഒട്ടും സ്മൂത്തല്ല. ഈ ഒരു കാറ് തന്നെ മൂവിങ് പാർട്സ് അല്ലെങ്കിൽ നല്ല സ്മൂത്ത്. അതേപോലെ തന്നെ അങ്ങനെ കമ്പി വെളിയിലോട്ട് തെള്ളി നിൽക്കുക അങ്ങനെയൊന്നുമില്ല. അതേപോലെ നൈസ്. ഇത് ഷവർലെറ്റിൻ്റെയാണ്. ഇത് ഞാൻ വെളിയിൽ നിന്ന് ഈ 2 കാർസ് ഞാൻ വെളിയിൽ നിന്ന് എടുത്തതാണ്. ഇതിവിടെ കിട്ടും, പക്ഷേ ഞാൻ ഇത് വെളിയിൽ നിന്ന് ഒപ്പിച്ചതാണ്. ബട്ട് ഈ ഒരു കാറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടയർ സ്മൂത്തല്ല, ബട്ട് ബാക്കിയെല്ലാം നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാർ. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിങ്, അതേപോലെ തന്നെ പെയിൻറ്റ് വർക്ക്, സ്റ്റിക്കറിങ്, ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. അതേപോലെ തന്നെ ഇന്നർ പാർട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ്. അതിൽ ചെറിയ സീറ്റും ഗിയറും സ്പീഡോമീറ്റർ വരെ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ അടുത്തൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.